ഞാനും അജയ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട്. അജയ് സുഹൃത്തും കൂടി കടവന്ത്രയിൽ മാർട്ടിൻ പ്രകാശ് സാറിൻ്റെ ഫ്ലാറ്റിന് താഴേക്കുമ്പോഴാണ് ടോബി ആ പടത്തിലേക്ക് ഓഡിഷൻ വരുന്നത്, ABCDയിലേക്ക്. പറയാവുന്ന എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും ഒരു ഷാർട്ടിനെ പറ്റി നമുക്ക് പറയാൻ? എന്തായാലും ഒരു വലിയ സിനിമയാണ്. പുള്ളിയുടെ കൂടെ അഭിനയിക്കാനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനോ പരിപാടികളൊന്നും ഉണ്ടാക്കില്ല. വെൽക്കം പ്രേംനാഥ്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. റീൽ ടു റീലിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു 2009 ഞാൻ തെങ്കാശിയിലൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് കൊരട്ടിപ്പട്ടണം റെയിൽവേ ഗേറ്റ് എന്ന് പറയുന്നൊരു സിനിമയുടെ പോസ്റ്റർ കാണുന്നത്. അപ്പം അന്ന് കുറേ പുതിയ ആൾക്കാർ വരുന്നു. അപ്പോൾ പിന്നീട് അതിലുള്ള മെയിൻ ആളെ നമ്മൾ പരിചയപ്പെടുന്ന സുഹൃത്താവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് 2009 2009 അങ്ങനെ ഒരു നായകനായിട്ട് അഭിനയിച്ചിട്ട് പിന്നെ നമ്മൾ പരിചയപ്പെടുമ്പോൾ 3 നായകന്മാർ. പിന്നീട് നമ്മൾ പരിചയപ്പെടുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടറാണ്, തിരക്കുള്ള വലിയ ഹിറ്റ് സിനിമകൾ ചെയ്യുന്ന അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നടനാണ്. രേഖാചിത്രത്തിൽ നല്ലൊരു വേഷം ചെയ്യുന്നു. ഇപ്പോൾ ആഭ്യന്തര കുറ്റവാളിയിൽ ഒരു വേഷം ചെയ്തു, ഇഷ്കിലൊരു വേഷം ചെയ്യുന്നു. ശരിക്കും സിനിമയിൽ എന്താവാനാണ് ആഗ്രഹിച്ചു വന്നത്? എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? സിനിമയിൽ ശരിക്കും അഭിനയിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. ഞാൻ ചെറിയൊരു ട്രാവൽസിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഈ 2009 സമയത്തൊക്കെ നിൽക്കുമ്പോൾ ഏഷ്യാനെറ്റിലൊരു ഷോ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്കിയുടെ പേരിൽ മമ്മൂട്ടി ദി ബെസ്റ്റ് ആക്ടർ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് 6000-ഓളം എൻട്രികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ അവസാന റൗണ്ടിൽ, ടെലികാസ്റ്റ് റൗണ്ടല്ല, അതിൻ്റെ അവസാന തൊട്ട് റൗണ്ടിൽ വരെ, ഫൈനൽ ഓഡിഷൻ വരെ എത്തി. അത് ഭയങ്കര ഒരു അഭിനയിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നെ അതുവകെ ഉണ്ടായ കുറേ സുഹൃത്ത് ബന്ധങ്ങൾ, അങ്ങനെ കുറേ ചാൻസ് ചോദിച്ച് നടക്കൽ, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. നമ്മൾ അനീഷ് അൻവർ എന്നൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അനീഷ് അൻവറിൻ്റെ സക്രിയയുടെ ഗർഭിണി കുമ്പസാരം, പുള്ളിനോടും നിരന്തരം ഇതേപോലെ അഭിനയിക്കാനുള്ള ശല്യമൊക്കെ മൂത്ത് പുള്ളി ഒരു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അഭിനയിക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ വേണമെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റ് ആക്കാമെന്ന് പറഞ്ഞു, ശല്യം തീർക്കാൻ വേണ്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും സംവിധാനത്തിലൂടെ അഭിനേതാവാം, രണ്ടും നടക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് അതെ. അങ്ങനെ പുള്ളിയുടെ കൂടെ കൂടി. പുള്ളിയാണെങ്കിൽ അടിപൊളി ടെക്നീഷ്യനാണ്. പുള്ളിയുടെ കൂടെ സംവിധാനത്തിൻ്റെ ഒരുമാതിരി പരിപാടികളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. അത് നമുക്ക് കുറേ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് സത്യം. ഈ സംവിധാനം പരിപാടി എന്നുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ കുറച്ച് നമുക്കൊരു എന്താ പറയുക, സുഹൃത്ത് വലയങ്ങൾ, സിനിമയുമായി വളരെ അടുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കുറേ ബന്ധപ്പെടാൻ പറ്റും. അതിന് ഞാൻ അനുരാജ് മനോഹർ എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെട്ടു. അതായത് ഇപ്പം നരിവേട്ട ഡയറക്ടർ. ഞങ്ങൾ ഒരുമിച്ച് അനീഷ് അൻവറിൻ്റെ വേറൊരു സിനിമയിൽ അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു, ബഷീറിൻ്റെ പ്രേമലേഖനം. ആ സിനിമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം വേറൊരു പടത്തിലേക്ക് പോയ സമയത്ത് എന്നെ വീണ്ടും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായ മമ്മൂട്ടി സിനിമയിലേക്ക് അനുരാജ് എന്നെ വിളിക്കുന്നു, അസോസിയേറ്റ് വർക്ക് ചെയ്യാൻ. അവൻ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. സത്യത്തിൽ ഞാനിങ്ങനെ സുഹൃത്തുക്കളുടെ സിനിമയിലാണ് ഇങ്ങനെ സഹസംവിധാനമൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം എന്താ, അവരോട് അവസരവും ചോദിക്കാൻ അഭിനയിക്കാനും. അപ്പോൾ അതൊരു സൂത്രമായിട്ട് നിന്നു. അങ്ങനെ അനുരാജിൽ ഞാൻ പുള്ളിക്കാര സ്റ്റാറിൽ വർക്ക് ചെയ്തു. അതിൽ ഞങ്ങൾക്ക് രതീഷ് രവി എന്ന് പറഞ്ഞ പുതിയൊരു സുഹൃത്തിനെ കിട്ടി. അപ്പോൾ അദ്ദേഹമായിട്ട് ഞങ്ങളൊരു സിനിമ ചർച്ച ചെയ്തു, അതാണ് ഇഷ്ക്. അങ്ങനെ അനുരാജ് അതിൻ്റെ ഡയറക്ടറായി, ഞാൻ അതിൻ്റെ ചീഫ് അസോസിയേറ്റായിട്ടായി, രതീഷ് അതിൻ്റെ റൈറ്ററായി. അപ്പോൾ എൻ്റെ അഭിനയമോഹം അനുരാജിനെ അറിയാവുന്നതുകൊണ്ട് അതിൽ ബിജു എന്ന് പറഞ്ഞ നല്ല ക്യാരക്ടറും ചെയ്തൊരു ഓട്ടോറിക്ഷക്കാരനൊക്കെ. അവിടെ നിന്ന് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ കുറേ സിനിമകൾ ഇങ്ങനെ ചെയ്തു. സഹസംവിധായകനായിട്ട് മെയിൻ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കും, ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്. അങ്ങനെ ഇപ്പോൾ ആഭ്യന്തര കുറ്റവാളിയിൽ എത്തിക്കുന്നു. സേതു എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ സേതു എൻ്റെ കൂടെ 3-4 പടങ്ങളിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ സേതുവിൻ്റെ ഇപ്പോൾ ആഭ്യന്തര കുറ്റവാളിൽ ഞാൻ ആസിഫിൻ്റെ അളിയനായിട്ടൊരു ക്യാരക്ടർ ചെയ്തു, അനിരുദ്ധൻ. അതിനു മുമ്പ് എനിക്ക് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ ക്യാരക്ടറാണ് ജോഫിൻ തന്ന രേഖാചിത്രത്തിലെ ബിനു. അത് എനിക്ക് ഭയങ്കര ഒരു അപ്രീസിയേഷൻ കിട്ടിയൊരു ക്യാരക്ടറാണ്. പിന്നെ ഒരു സീനേ ഉള്ളെങ്കിലും എനിക്ക് രോമാഞ്ചത്തിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അതൊക്കെയാണ് രോമാഞ്ചത്തിൽ. അത് ഒരുപാട് ചിരിച്ചൊരു നിങ്ങളുടെ അനിയത്തി എടുക്കുന്ന അപ്പോഴേ പൂജയുടെ ഹസ്ബൻഡായിട്ടുള്ള ക്യാരക്ടർ. എനിക്ക് രോമാഞ്ചത്തിൽ മാത്രമാണ് ഈ ഒരു ലുക്കിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം മുടി വെട്ടി വീശ താത്തി വെച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ തിരിച്ചറിയാൻ പാടില്ല. ജോഫിനോട് ഞാൻ ഇങ്ങനെ കുറേ കെഞ്ചി ഈ ഒരു ഗെറ്റപ്പിൽ കിട്ടാൻ വേണ്ടി, എൻ്റെ മുടിയേക്കാൾ ആരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞ് മുടി വെട്ടിയിട്ട് തന്നെ ചെയ്താൽ മതി എന്ന് സമ്മതിച്ചില്ല. അവനും അതിൻ്റെ റേറ്റ് ജോണും കൂടെയൊക്കെ നിർബന്ധം പിടിച്ചിട്ടാണ് മുട്ടയാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം രേഖാചിത്രം വളരെ സക്സസ്ഫുൾ ആയൊരു സിനിമയാണ്. ആ സിനിമയിൽ ഇങ്ങനെ സുധീകോപ്പല്ലേ കൂടുതൽ? അതെ, സുധീകോപ്പ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട്
പുറത്തിറങ്ങിയിട്ട് ഇത് ഞാനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട, കാരണം ഒരു ഇത്രയും പരിചയമുള്ള എനിക്ക് 10 സെക്കൻഡ് എടുത്തു ഇത് അപ്പനാണ് ഇത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ വിളിക്കണില്ല ഇത് അറിഞ്ഞിട്ടേ. പിന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ നമ്മൾ നിരന്തരം കാണുന്നവരൊക്കെ നമ്മളെ വിളിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ ഇത് തിരിച്ചറിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ ഇവനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കാണുന്നവരുണ്ട്. അങ്ങനെ പതിയെ പതിയെ കുറേ അപ്രീസിയേഷൻസ് കിട്ടി. അങ്ങനെയാണ്. ഓക്കെ. ഇപ്പൊ ഈ ആഭ്യന്തര കുറ്റവാളി സേതു അദ്ദേഹം നിങ്ങൾ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഇപ്പൊ ഈ അളിയന്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതൊരു ഹ്യൂമർ ടച്ച് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചിരിച്ച 2 സീനുകളാണ്. ഒന്ന് ഫസ്റ്റ് ഹാഫിൽ പഴം എവിടെയെന്ന് ചോദിക്കുമ്പോൾ പഴം നിന്നിട്ട് എറിയുന്നതും, പിന്നീട് സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ചേട്ടൻ ഈ നാട്ടുകാരനായിരുന്നില്ല എന്താ പിന്നെ കൈ അങ്ങനെ തിരിച്ചു വെച്ചോളാം പറഞ്ഞു. അതൊക്കെ ഡബിലിട്ട ഒരു പരിപാടികളാണോ? എങ്ങനെയാണ് അതൊക്കെ? പഴത്തിന്റെ പരിപാടി വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് പാളി പോകുന്നൊക്കെയുള്ള പേടിയുള്ള സാധനമായിരുന്നു. നമ്മളെ ആദ്യമായിട്ട് പരിപാടി ചെയ്യുമ്പോൾ കോമഡി പരിപാടി ചെയ്യുമ്പോഴൊക്കെ പാളി പോകുന്നുള്ള പേടിയൊക്കെയുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അതൊക്കെ വർക്കായി. ആ സമയം അതൊക്കെ ആളുകൾ ചിരി കിട്ടി, അവിടെയൊക്കെ ചിരി കിട്ടി. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞ സോങ്ങിലുള്ള ഒരു സീക്വൻസ്, അല്ല 3-4 സ്ഥലത്ത് എൻ്റെ സീക്വൻസിനൊക്കെ ശരിയിട്ട് നമുക്ക് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. എവിടെ പടം വെക്കണ്ടേ? ഞങ്ങൾ ഒരുമിച്ച് വനിതയിൽ രാവിലെ ഇന്നലത്തെ ഫസ്റ്റ് വനിത തന്നെയാണ് വെക്കേണ്ടത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടനാവാനാണല്ലോ വന്നത്. എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നാണ് ആഗ്രഹം? നായകനായിട്ടാവണമെന്നാണോ? അങ്ങനെ എന്താണ് ഒരു ലക്ഷ്യം? എന്തായിരുന്നു? അല്ല, എനിക്ക് നല്ല ക്യാരക്ടർ പരിപാടികൾ ചെയ്യണം. അത് ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു നമ്മളുടെ ക്യാരക്ടർ കൊണ്ട് സിനിമയ്ക്കൊരു ഗുണമുണ്ടാവുന്നൊരു പരിപാടിയില്ലേ, അങ്ങനത്തെ ഒരു പരിപാടി കിട്ടണം എന്നുള്ളതാണ് അത്യന്ത ആഗ്രഹം. അങ്ങനെ അതായത് പ്രത്യേകിച്ച് ഒരു ഇപ്പം നായകനാണ് അങ്ങനത്തെ ഇതൊന്നുമില്ല, നല്ലൊരു റോളുകൾ ചെയ്യാന്നുള്ളത്. ഈ കൂടുതൽ സുഹൃത്തുക്കളുടെ പടത്തിലാണല്ലോ അഭിനയിക്കണേ. അത് ഇതൊരു ബോധപൂർവമായ ഒരു സാധനമാണ്. അവരോട് ചോദിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ റോള് ചെയ്യാൻ നമുക്ക് പറയാനുള്ള സാധനമുണ്ട്, അതുകൊണ്ട് മാത്രമാണോ? ഇപ്പോൾ ജോഫിനും ഞാനും കൂടി സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് അവൻ തരില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ചിലത് പല ക്യാരക്ടറുകളും എനിക്ക് ആഗ്രഹമുള്ള തരാൻ സാധ്യതയുള്ള മറ്റ് ക്യാരക്ടറുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ എത്തുമ്പോൾ ഞാൻ നമ്മുടെ റീഡിങ്ങിൻ്റെ സമയത്തൊക്കെ അവൻ്റെ മുഖത്തിട്ട് നോക്കും, ചെറിയ പോസ് ചെയ്യും അവിടെയൊക്കെ. അവസാനം എന്നോട് പറഞ്ഞു ഇഷ്ടമുള്ളത് ചെയ്തോളാൻ പറഞ്ഞു. അതായത് മീൻസ് ക്യാരക്ടർ ഫിക്സ് ചെയ്യാത്ത, മെയിൻ ലീഡിങ് ക്യാരക്ടർ ഫിക്സ് ചെയ്യാത്തതിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബിനുവിൻ്റെ ക്യാരക്ടർ ചോദിച്ച്, അപ്പോൾ അത് ഒരു പ്രശ്നമില്ല തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നു ജോഫി. അതിനകത്ത് അസോസിയേറ്റ് ആയിരുന്നല്ലോ? അതിനകത്ത് ചീഫിനെ ഞാൻ ചീഫായിരുന്നു. ജോഫിനോട് വളരെ നന്ദി. കാരണം പുള്ളി നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ ഷൂട്ടിന് ഭയങ്കര ഹെക്റ്റിക് ഷൂട്ട് വരുന്നത്, മഴ അങ്ങനെ പരിപാടി, പിന്നെ ഒരുപാട് 90 ചില്ലാൻ ലൊക്കേഷനിലുണ്ടായ സിനിമയാണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് മാറി നിന്നാൽ ഒന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ തിരക്കിൻ്റെ ഇടയ്ക്ക് മാറി നിന്ന് അഭിനയിക്കാൻ അവസരം കൊടുത്തുന്ന ജോഫിന് ഒരുപാട് നന്ദി. ആൻഡ്രു ചേട്ടൻ, വേണു സാറ്. അതെ, ഈ ആസിഫിന്റെ പടത്തിലാണ് 2 ചെയ്യുന്നത്. ആസിഫുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? അത് വളരെ നല്ല സൗഹൃദമാണ്. പുള്ളിയുടെ കൂടെ അഭിനയിക്കാനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനോ പരിപാടികളൊന്നും ഉണ്ടാക്കില്ല. പുള്ളി ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരായാലും, ഇപ്പോൾ ഞാൻ താരതമ്യേന ഈ അഭിനയത്തിൽ നമുക്ക് ഇതൊന്നുമില്ല, പക്ഷെ പുള്ളിയുടെ ഒരു ടെൻഷനും ഇല്ല. പുള്ളി നമുക്ക് റിഹേഴ്സൽ സമയത്താണെങ്കിലും, ഇപ്പോൾ ഞാൻ രേഖയാത്രത്തിൽ ഫൈറ്റിൻ്റെ സമയത്തൊക്കെ പുള്ളി തന്നെ വന്ന് നമുക്ക് പരിപാടി സപ്പോർട്ട് ചെയ്ത് തരുന്നു. റിഹേഴ്സലൊക്കെ പുള്ളി തന്നെ പറഞ്ഞു തരുന്നു. ആസിഫിനെ കുറിച്ച് പറയേണ്ടായിരുന്നില്ല. പുള്ളി ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരാൾ, ഭയങ്കര സപ്പോർട്ടുള്ള ആളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പുള്ളിനെ പറഞ്ഞ് പൊക്കേണ്ട കാര്യമില്ല, പുള്ളിയാണ്. എനിക്ക് പരിചയമുള്ള പ്രേം എനിക്ക് സംവിധാനം ചെയ്യാൻ വേണ്ടി ആർട്ടിസ്റ്റിനൊക്കെ സബ്ജക്ട് പറഞ്ഞ് ഇറക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ. ഈ ഒരു ഡയറക്ഷൻ പ്രൊജക്റ്റുകളൊക്കെ എന്താ ഇനിയിപ്പോൾ അതോ ഇനി മുഴുവൻ സമയം അഭിനയത്തിലേക്ക് തന്നെ? അല്ലല്ല, അത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പോഴത്തെ നിലവിലെ ആഗ്രഹം. നല്ല ക്യാരക്ടറുകൾ കിട്ടുകയാണെങ്കിൽ ചെയ്യണം. അഭിനയം വളരെ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. സംവിധാനം ഭയങ്കര കിക്ക് വരുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരു സംവിധാന പരിപാടി ഉണ്ടായിരുന്നു, അത് ഒരു ചെറിയൊരു വേറെ ചില പ്രശ്നങ്ങൾ കാരണം അത് കുറച്ചുകൂടി മാറി വേറൊരു പരിപാടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഉടനെ എൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് വരും. അതിനകത്ത് അഭിനയിക്കുമോ? എന്താണ് അസോസിയേറ്റ് ആകുമ്പോൾ അഭിനയിക്കാൻ എനിക്കറിയില്ല, ഇപ്പൊ അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അടുത്ത ഇപ്പോഴും നമുക്കിപ്പം സുഹൃത്തു വലയങ്ങളുടെ അടുത്ത് ഇപ്പം അഭിനയത്തിൽ എസ്റ്റാബ്ലിഷ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയി വരുന്ന ഒരു സ്റ്റേജാണ്. ഇപ്പം നമുക്കാണിപ്പോൾ ആവശ്യമുള്ളത്. ഉറപ്പായിട്ടും ഇപ്പോഴും സുഹൃത്തുക്കൾ അല്ലാത്തവരുടെ അടുത്ത് പോയിട്ട് ഓഡിഷൻ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ചാൻസ് ചോദിക്കുകയോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടോ? അതെയോ അസോസിയേറ്റ് ആകുമ്പോൾ തന്നെ പടത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് അഭിനയിക്കാന്നുള്ള ഇതിലാണ്? ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്ന സത്യത്തിൽ എന്തൊരു പേടി ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു സമയത്ത് ഓഡീഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ വളരെ സജീവമായൊരു സമയമുണ്ടായിരുന്നു. ഞാനും അജയ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട്, അജയ് സുഹൃത്തും കൂടി കടവന്ത്രയിൽ മാർട്ടിൻ പ്രകാശ് സാറിൻ്റെ ഫ്ലാറ്റിന് താഴേക്കുമ്പോഴാണ് ടോബി ആ പടത്തിലേക്ക്
ഓഡീഷന് വരുന്നത് ABCDയിലേക്ക്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഓഡീഷന് പോയിട്ടില്ല. സിജു വിൽസൺ, ആണോ? സുധി കോപ്പ, വിനയ് ഫോർട്ട്, ഞങ്ങൾക്ക് ഒരുമിച്ച് എത്ര ഓഡീഷൻ പങ്കെടുത്തിട്ടുണ്ടെന്നറിയോ? എത്ര സിനിമകളിൽ ഓഡീഷൻ പോയിട്ടുണ്ട്. കുറച്ചൊക്കെ വെറുതെ ഓഡീഷനുകളുണ്ട്, പറ്റിക്കൽ ഓഡീഷനുകൾ, ചിലതൊക്കെ സത്യസന്ധമായ പരിപാടികളുണ്ട്. നിരവധി ഓഡീഷനുകൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എങ്ങും എനിക്ക് ഒരു അങ്ങോട്ട് ചെറിയ ചെറിയ പരിപാടികളോ പാസിങ്ങോ അങ്ങനത്തെ പരിപാടികളൊക്കെ ആ പരിപാടിയിൽ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഒരു മടുത്തിക്കുന്ന സമയത്താണ് അനീഷ് അൻവർ വിളിച്ചിട്ട് സംവിധാന പരിപാടിയിൽ പുള്ളിയുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാണ്. ഓഡീഷൻ ഒരുപാട് നമ്മൾ പോയിട്ടുണ്ട്. അന്ന് ഇപ്പം വിനയ് ആണെന്നുണ്ടെങ്കിലും സിജു വിൽസൺ ആണെന്നുണ്ടെങ്കിലും ടൊബി ആണെന്നുണ്ടെങ്കിലും ഈ കോണ്ടാക്ട് ഉണ്ടോ? പിന്നെ അറിയോ ഇന്ന അന്ന് കണ്ട ആളാണ് ഇന്ന് അങ്ങനത്തെ കോണ്ടാക്ട്? അതിൽ ഇവർ ഈ സിജുവിനും വിനയനും പിന്നെ നമ്മളുടെ സ്കോപ്പയ്ക്കൊക്കെ ഉറപ്പായിട്ടും പറയും. പക്ഷേ ടൊവിയായിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടൊരു ബന്ധം, പിന്നെ ഇതൊരു പറയലൊരു ചമ്മൽ പരിപാടി കാരണം പറഞ്ഞിട്ടുമില്ല. മീൻസ് അങ്ങനത്തെ ഒരു സൗഹൃദത്തിലെത്തില്ല. ഞാൻ ആക്ച്വലി നരിവേട്ട വർക്ക് ചെയ്യണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പുതുക്കായിരുന്നു ബന്ധം. പക്ഷേ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല പുള്ളിയോട് സംസാരിക്കാനുള്ള. തന്നെയാണല്ലോ. അതെ അതെ അല്ല, വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നരിവേട്ട വിളിക്കല്ല, നരിവേട്ട നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്യേണ്ടതായിരുന്നു. ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, അതിനും അവസരം ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറെ പടത്തിൻ്റെ പരിപാടി ആയത് കാരണവും നരിവേട്ട പിന്നെ വളരെ പെട്ടെന്ന് അതിൻ്റെ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ വേറെ പടത്തിൻ്റെ ഒരു പരിപാടിയിലായത് കാരണം മിസ്സായി പോയ സിനിമ. ഈ ആഭ്യന്തര കുറ്റവാളിക്ക് വരുന്നത് സേതുവായിട്ടുള്ള പരിചയം, സേതു അറിയാവുന്നവർ വിളിച്ചാണോ അതോ ഇങ്ങനെ സുഹൃത്തുക്കളുടെ അടുത്ത് തുടങ്ങുമല്ലേ? ഏതാണ് സംഭവം? അത് ആഭ്യന്തര കുറ്റവാളി ആയാലും ഇപ്പം അനുരാജൻ്റെ കൂടെ രാജാവ്, പിന്നെ നമ്മുടെ ജോഫിൻ്റെ കൂടെയുള്ള ഈ സിനിമ, ഇതൊക്കെ നമ്മൾ കുറേ നാളത്തെ പരിപാടിയിലുണ്ട്. 1-2 വർഷമായിട്ട് ഇവരുടെ കൂടെ തന്നെയൊക്കെ ഉണ്ട് നമ്മൾ. അപ്പോൾ ആഭ്യന്തര കുറ്റവാളിയാണ് എനിക്ക് 3 വർഷം മുമ്പ് കഥ അറിയാം. 2 വർഷം മുമ്പ് തൊട്ട് നമ്മൾ തന്നെ ഇരുന്ന് അതിൻ്റെ പരിപാടികൾ അറിയാം. രാജാവൊക്കെ ഞങ്ങൾ 1.5 വർഷം ഇരുന്നിട്ടുള്ളതാണ്. അതെന്താ ഇപ്പോഴത്തെ സ്റ്റേജ് എനിക്കറിയില്ല, അതങ്ങനെ ഇരുന്നിട്ടുള്ളതാണ്. ജോഫിൻ്റെ സിനിമ ജോഫിൻ പ്രീസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ട് എനിക്ക് രേഖാചിത്രത്തിൻ്റെ സബ്ജക്റ്റ് അറിയാം. അന്ന് തന്നെ ജോഫിൻ പല ഇൻ്റർവ്യൂവിലും ജോഫിൻ പറഞ്ഞ പോലെ തന്നെ ഇതെങ്ങനെ സംഭവിപ്പിച്ചെടുക്കുമെന്ന് അന്ന് ആശങ്കയുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ അവൻ വീട്ടിലൊക്കെ പോയി നമ്മളും വേറത്തിലൊക്കെ തിരിച്ചു വരുമ്പോൾ ഇത് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇതിങ്ങനെ പതുക്കെ പതുക്കെ രൂപപ്പെട്ട് വരികയായിരുന്നു ആ സിനിമ. അത് ആൻഡ്രൂ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു ആളുടെ വളരെ പുള്ളി കാരണം സംഭവിച്ച സിനിമയാണ് സത്യത്തിൽ. ആ സംഭവിക്കണമെങ്കിൽ ഒരു സിനിമ സംഭവിക്കണമെങ്കിലേ പുള്ളിയുടെ ഒരു ഭയങ്കര ഒരു ഹാൻഡ് ഉണ്ട് അതിനകത്ത് ആൻഡ്രൂ ചേട്ടൻ്റെ. അല്ല, ജോഫിനത് എക്സിക്യൂട്ട് ചെയ്ത് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ലീഡർ, ഒരു ഭയങ്കര ഇതുള്ളൊരു പരിപാടിയാണ് പുള്ളിക്ക്. ലീഡർഷിപ്പ് ഉള്ള ഒരാളാണ്. ഞാൻ ഇപ്പം ഒരുപാട് ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞില്ല, എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരുപാട് പറ്റിക്കപ്പെടുക. ഇപ്പം അഭിനയിക്കാൻ നടക്കുന്നവരെ മുതലെടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പറ്റിക്കാൻ വേണ്ടിയിട്ട് പൈസ മേടിച്ച് പറ്റിക്കാനൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ക്യാഷ് കൊടുത്ത് അഭിനയിക്കുക, അല്ലെങ്കിൽ വെറുതെ ഓഡിഷൻ വെച്ച് രജിസ്ട്രേഷൻ ഫീസും കൊണ്ട് പോവുക. അത് തന്നെ ഒരു ബൾക്ക് എമൗണ്ട് വരുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ? എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓഡീഷന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തു വലയങ്ങൾ തമ്മിൽ ചർച്ചയൊക്കെ ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പോൾ അവരാരെങ്കിലുമൊക്കെ അറിയാം, ഇതിന് ജെന്യൂനിറ്റി അറിയാൻ പറ്റും അവർക്കൊക്കെ. ഇപ്പോൾ അതിൻ്റെ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആരെങ്കിലുമൊക്കെ അറിയാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ നമ്മളൊരു ചതിയിൽ പെട്ടിട്ടില്ല. മീൻസ് അങ്ങനെ ഒന്നും വരും. ഇപ്പം ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഒന്ന് മാറ്റിയെടുത്തപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? കാരണം ഒരുപാട് തുടക്കക്കാർക്കൊക്കെ അനുഭവം ഉള്ളതായിട്ട് ഇപ്പം പ്രേമ അസോസിയേറ്റ് ആണ്, പക്ഷേ അല്ലാതുള്ള എന്തെങ്കിലും പരിപാടിയിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? ആദ്യ പടം തൊട്ടുണ്ടല്ലോ അഭിനയത്തിലോ? കൊരട്ടിപ്പട്ടം തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ഒരു ജേർണിയിൽ അഭിനയത്തിലോ അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു? അല്ല, കൊരട്ടിപ്പട്ടം എന്നുള്ള സിനിമ സത്യത്തിൽ ഭയങ്കര ഒരു സ്ട്രഗിൾ ഒരു പരിപാടി. നമ്മൾ ആദ്യം ഒരു സമയത്തുണ്ടായ ഒരു സിനിമയാണല്ലോ. അതിനെക്കുറിച്ചൊന്നും അറിയില്ല, നമുക്ക് സിനിമ അറിയാൻ പാടില്ലാത്ത സ്റ്റേജ് സംഭവിച്ചു. അതിൻ്റെ ആ സിനിമയ്ക്ക് സത്യമായിട്ടും ഒരുപാട് കഷ്ടപ്പാടുകൾ സാമ്പത്തികപരമായിട്ടും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾക്ക് അങ്ങനെ ഒരു വലിയ നഷ്ടമായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ് കിട്ടി എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് അത് ഭയങ്കരമായിട്ട് ആളുകൾ ശ്രദ്ധിച്ച സിനിമയാണത്. എന്തായാലും സിനിമ ഓടിയില്ലെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിലും സിനിമയുടെ ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈറ്റിലും പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു അമൽ സാറിനെ കണ്ടപ്പോൾ അമൽ സാർ വരെ എന്നോട് പറഞ്ഞു, അമൽനീർ സാർ എന്നോട് നമ്മളോട് പറഞ്ഞാണ് ഈ പടം പോസ്റ്റർ ഇട്ട് നീ കാണണമെന്നൊരു മൂടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും തിയേറ്ററിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. നമുക്ക് അത്ര ഒരു വർക്കായില്ല പടം തിയേറ്ററിൽ. പക്ഷേ അത് അങ്ങനെ ഒരു നല്ലൊരു ഓപ്പണിംഗ് കിട്ടിയ പടത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റി. ടെക്നിക്കലി ആയാലും അഭിനയത്തിലും എന്തൊക്കെ ചെയ്യണ്ട എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഒരു എക്സ്പീരിയൻസ് പരിപാടിയായിട്ട് വേണമെങ്കിൽ ആ സിനിമ കൂട്ടാം നമുക്ക്. ഈ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറിൽ ആ ലാസ്റ്റ് 21 പേരിൽ വന്നല്ലോ, അതിനുശേഷം അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറച്ച് ആളുകൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് സിനിമയിൽ തന്നെ ഉണ്ട്. ചില ആളുകളെ നമുക്ക് അറിയില്ല. ഇപ്പം അന്ന് നമ്മൾ ഇതിനകത്ത് വന്നു എന്ന് അറിയപ്പെടാതെ പോയ ആളുകൾ വേറെ ഏതെങ്കിലും പ്രേമനെ അറിയുന്ന ആളുകൾ ആരെങ്കിലും എസ്റ്റാബ്ലിഷ് ആയിട്ട് സിനിമയിലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കോൺടാക്റ്റിലുള്ള കീപ്പ് ഇൻ ടച്ചിലുള്ള ആൾക്കാർ ആണോ? അല്ല, അതിലുണ്ടായിരുന്നാണ്
ശ്രീകുമാർ സിനിമയിൽ സജീവമായിട്ടുള്ള എനിക്ക് തോന്നുന്നു ശ്രീകുമാറാണ്. പിന്നെ അഭിഷേക് ഒരാളുണ്ട്, ആവശ്യം വയലിനിലൊക്കെ ഉള്ള ഒരു വയലൊക്കെ അഭിനയിച്ച അഭിഷേക്. പിന്നെ അനീഷ് ജി മേനോൻ. അവര് മറ്റേ ഫൈനലിലൊക്കെ അവർ ടെലികാസ്റ്റ് റൗണ്ടിലുണ്ടായിരുന്നതാണ്. അവർ ഫൈനൽ അനീഷ് ജി മേനോൻ സെക്കൻഡ് റൗണ്ടിലൊക്കെ മീൻസ് വന്നതാണ്, പൊസിഷനിൽ വന്നതല്ലേ. അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് ഏറ്റവും പുതിയ വിശേഷം ആട് 3 ആണ്. എത്രത്തോളം പുറത്തു വരാൻ പറ്റുന്ന അറിയില്ല. ആട് 3 എങ്ങനെ എന്ത് നമുക്ക് പ്രതീക്ഷ? ആദ്യം 3D എന്ന് പറഞ്ഞിരുന്നത്, പിന്നെ ഇപ്പോൾ 3D അല്ലെന്നാണ് അറിയുന്നത്. പറയാവുന്ന എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും പക്ഷേ ആടിനെ പറ്റി നമുക്ക് പറയാനുണ്ടാകുക? സത്യത്തിൽ അതിനെക്കുറിച്ച് ഒന്നും പറയാനുള്ള അധികാരം തൽക്കാലമില്ല. എന്തായാലും ഒരു വലിയ സിനിമയാണ്, ഒരു വലിയ സിനിമയാണ്. മാത്രമേ തൽക്കാലം പറയാൻ പറ്റുള്ളൂ. ഈ വലിയ സെറ്റൊക്കെ എന്നൊക്കെ കേൾക്കുന്നത് വലിയ ക്യാൻവാസിലുള്ള ഒരു വലിയ സിനിമയാണ്. ഓക്കെ, ബാക്കിയൊന്നും പറയാൻ പറ്റില്ല. അത് മിഥുൻ മാനുവൽ തോമസ് എന്ന ആൾ മാത്രം മതിയല്ലോ. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പോകാൻ പറ്റില്ല. ഓക്കെ, ഒരു നടൻ എന്നുള്ള രീതിയിൽ അഭിനയിക്കാനായി ഇഷ്ടമുള്ള ഒരു വ്യക്തി നമ്മളുടെ നടനെ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു തേച്ച് മിനിക്ക് വെക്കണം. എപ്പോൾ നമുക്കെടുത്ത് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണല്ലോ. എങ്ങനെയാണ് സ്വയം പുതുക്കുന്നത്? സ്വയം പുതുക്കുന്നത് വെച്ചാൽ ഞാനിപ്പോൾ നമ്മൾ സത്യത്തിൽ ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം നിലവിലുണ്ട്. ആരെങ്കിലും വിളിക്കും. അപ്പോൾ സത്യത്തിൽ അതിലെ ക്യാരക്ടറുകളൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ വേറെ പുറത്ത് പോയില്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ക്യാരക്ടർ അതിനകത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അതൊക്കെ ഡയലോഗൊക്കെ പറഞ്ഞു നോക്കും. അത് നമുക്ക് ചെയ്യാനല്ല, മീൻസ് അതിൽ ഓരോ ക്യാരക്ടറുകളൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ള പരിപാടി നമ്മൾ തന്നെ ഒരു ഇത് ചെയ്യാറുണ്ട്. അത്രയുള്ളൊരു പരിപാടിയേ ഉള്ളൂ. പിന്നെ എല്ലാം അതിനുള്ളൊരു സമയം നമുക്കില്ല. നമ്മൾ ഇങ്ങനെ ഒരു ഇതിൻ്റെ പണി പുറത്താണല്ലോ. നമ്മൾ അസോസിയേറ്റ് പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പണിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല വർക്കിലായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ രേഖാചിത്രം ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും അങ്ങനെ മുന്നൊരുക്കം പറയാനൊന്നുമില്ല. ജോഫിൻ നമ്മൾ തന്നെ ചാർട്ട് ചെയ്തിട്ട് നമ്മൾ അഭിനയിക്കുന്ന ദിവസം നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ തന്നെ ചാർട്ട് ചെയ്തിരിക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ തലേദിവസമൊക്കെ നമുക്കൊന്ന് അതിനെ ആവാനുള്ള ഒരു പരിപാടി എന്തെങ്കിലുമൊക്കെ ആലോചിക്കാം. തലേദിവസമൊക്കെ നമ്മൾ ഫ്രീ ആവണം ചിലപ്പോൾ. അതിന് മുമ്പത്തെ ദിവസം വരെ നമുക്ക് വേറെ ആർട്ടിസ്റ്റുകളുടെ പരിപാടിയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും പരിപാടികളും ഷൂട്ടിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാവും. നാളെ എൻ്റെ വർക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്ന ആ രാത്രി നമുക്ക് വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് അത് ഡയലോഗൊക്കെ നമ്മുടെ തന്നെ ഉണ്ടാവുമല്ലോ പരിപാടികളൊക്കെ. ഞാൻ അന്നത്തെ ദിവസം രാവിലെ മുട്ടയൊക്കെ അടിച്ച് മുണ്ട കൊടുത്ത് ഈ വർക്ക് ചെയ്യുന്ന മൂഡ് ഞാൻ അങ്ങനെ തന്നെ ഒക്കെ നടക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് രേഖാചിത്രത്തിലൊക്കെ. ഒരുപാട് ആ സെറ്റിൽ ഞാൻ രാവിലെ മുട്ട അടിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആർക്കും മനസ്സിലായിട്ടില്ല, പലർക്കും. അത് ഫുൾ ഇങ്ങനെയായിരുന്നു ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കംപ്ലീറ്റ് മുട്ടയൊക്കെ അടിച്ച ആ രൂപത്തിൽ വന്നിട്ട് പലർക്കും മനസ്സിലായില്ല. ഒന്ന് രണ്ട് ഞാനൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് നോക്കും ഇത് ആരാണ് എന്നൊക്കെ. അപ്പോൾ ജോഫും പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഭയങ്കര ആപ്റ്റായിരുന്നു ആ ലുക്ക് എന്ന് തോന്നുന്നു. ഒരു ഗുണ്ട ആ ഒരു മൂഡിലുള്ള പരിപാടി. ചിലപ്പോൾ ആ ലുക്ക് കൊണ്ടാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളിത് ഈ രൂപം മാറുമ്പോഴേ നമുക്ക് ഒരു വേറെ കോൺഫിഡൻസ് വരും. നമുക്ക് ഈ ലുക്കിലല്ല നമ്മളുടെ രൂപം നമ്മുടെ കണ്ണാടിയിൽ വേറൊരാളൊക്കെ ആയിട്ട് മാറുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് കൊള്ളാല. നമുക്ക് ചിലപ്പോൾ വേറെ റിയാക്ഷൻസ് എന്തെങ്കിലുമൊക്കെ വേറൊരു സാധനമൊക്കെ കിട്ടും നമുക്ക്. അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ അടുത്ത സിനിമകൾ ഏതൊക്കെയാണ്? ആടല്ലാതെ അസോസിയേറ്റും അഭിനയിക്കാനൊക്കെയുള്ള ആടിൽ 3 ചെയ്യുന്നുണ്ടോ, അഭിനയിക്കുന്നുണ്ടോ? ആട് 3 നിലവിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നാണ് മിഥുൻ മാനുവൽ പറഞ്ഞിരിക്കുന്നത്. ഏതാണെന്ന് പരിപാടി ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വേറെ ആടല്ലാതെ വേറെ ഏതൊക്കെയാണ്? ആട് അല്ലാതെ പിന്നെ പരിപാടികൾ ഞാൻ ആക്ച്വലി രാജാവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജാവിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് അറിയില്ല. രാജാവ് എന്താണ് സംഭവിച്ചത്? ഇനി വരാൻ സാധ്യതയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് അനുരാജ് ചോദിച്ചു. അനുരാജ് പറഞ്ഞ് കുറച്ച് സമയം കൂടി നോക്കട്ടെ, എന്താണ് പരിപാടി എന്ന് അറിയില്ലെന്നാണ് അനുരാജ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ആഭ്യന്തര കുട്ടികളുടെ ഡയറക്ടറുടെ ഒരു പടം ചിലപ്പോൾ ഒരു പ്ലാനിങ്ങിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സ്വന്തം പരിപാടിയുടെ ആ ഓട്ടത്തിലും കൂടിയുള്ള പരിപാടിയാണ്. അതിൻ്റെ ബാക്കി വിശദാംശങ്ങളിപ്പോൾ ഒന്നും സംസാരിക്കാനുള്ള സമയമായിട്ടില്ല. ഈ കാണാൻ ഇഷ്ടവും ചെയ്യാൻ ഇഷ്ടമുള്ള സിനിമകൾ എന്തൊക്കെയാണ്? കാണാൻ ഇഷ്ടപ്പെടുന്ന അതേ ജോണർ തന്നെയാണോ ചെയ്യാൻ? കാണാൻ എല്ലാ സിനിമകളും ഇഷ്ടമാണ്, പക്ഷെ ചെയ്യാൻ എനിക്ക് കൂടുതൽ കുറച്ച് ത്രില്ലർ മൂവീസ് ചെയ്യാനാണ്. ഞാൻ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എനിക്ക് ത്രില്ലർ. അതിപ്പോൾ ആക്ച്വലി ഫാമിലി ത്രില്ലർ മൂഡോ എങ്ങനെ ഒരു ത്രില്ലർ ജോണറിലുള്ള പരിപാടികൾ കുറച്ചും കൂടി എനിക്ക് ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള പരിപാടി. എനിക്ക് മേക്കിംഗ് വൈസ് എനിക്ക് കുറച്ച് ചിലപ്പോൾ കോമഡി പരിപാടിയൊക്കെ വെച്ച് എനിക്ക് പാളുമെന്നൊക്കെ മീൻസ് എനിക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കൂടുതൽ തന്നെ എനിക്ക് ത്രില്ലർ പരിപാടി എടുക്കാനുള്ള ഒരു മൂഡാണ് കൂടുതൽ മനസ്സിൽ. നമ്മളിപ്പോൾ എല്ലാം സംസാരിച്ച പ്രൊഫഷണൽ കാര്യങ്ങളാണ്. ഇനി പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ആരൊക്കെയാണ്? മാരീഡ് ആണോ? ഞാൻ കല്യാണം കഴിച്ചാണ്, എടപ്പള്ളിയിലാണ്, 2 കുട്ടികളുണ്ട്. അമ്മ അച്ഛൻ പനങ്ങാട് താമസിക്കുന്നു. പനങ്ങാട്. ബേസിക് ഫ്രം കൊച്ചി തന്നെയാണ്? ഞാൻ കൊച്ചിയാണ്. കൊച്ചി തന്നെയാണ്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്? കുട്ടികൾ? ഇല്ല, കുട്ടികൾ പഠിക്കുകയാണ് 7ലും 5ലും.
7 5 ഓടി. ഈ അവർക്ക് അച്ഛൻ ഈ സിനിമയൊക്കെ തിയേറ്ററിൽ കണ്ടിട്ട് എങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ? ഇത് അല്ലെങ്കിൽ അതിനുശേഷം സ്കൂളിൽ പോയി അവർ പറഞ്ഞു അച്ഛനാണ് അവർ ജാടയൊക്കെ അങ്ങനെ ഇല്ല അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ അവർ അങ്ങനെ പറയാനുള്ള പരിപാടി അച്ഛൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ അവരൊരു നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്ത് കണ്ടത് ഇപ്പോൾ ഇതിലാണല്ലോ. അല്ല സോറി, അത് കണ്ടിട്ടില്ല സിനിമ, രേഖാചിത്രം. ആ സമയത്ത് പിന്നെ അവരത് കഴിഞ്ഞ് വെക്കേഷനൊക്കെ ക്ലാസ്സിൽ പോയിട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പോഴാണല്ലോ ഇന്നലെയാണ് തുറന്നത് ക്ലാസ് ഓപ്പൺ ആയത്. ഈ രേഖ ആഭ്യന്തര കുറ്റവാളി കാണിക്കാൻ കൊണ്ടുപോയില്ല? അത് പോവും, ഉടനെ പോവും. ഈ ചെയ്യാൻ ഇഷ്ടം ക്യാരക്ടർ റോൾസ് എന്ന് പറയുമ്പം എനിക്ക് വഴങ്ങുന്ന ഹ്യൂമർ ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ഇപ്പം ചെയ്യാൻ ത്രില്ലറാണ് ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ കുറച്ചു നേരം മുന്നേ. ഇപ്പം ബാക്കി അഭിനയിക്കാൻ വേണ്ടി ക്യാരക്ടർ ഏതാണല്ലോ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ സ്വയം ഇപ്പം ഡയറക്റ്റ് ചെയ്യാൻ ത്രില്ലറാണെന്ന് പറഞ്ഞതുപോലെ തന്നെ അഭിനയിക്കാൻ ഏറ്റവും കൂടുതൽ വഴങ്ങുന്ന സ്വയം തോന്നുന്നത് എന്ത് കഥാപാത്രങ്ങളായിരിക്കും? അപ്പം ഞാനിതിൽ രേഖാചിത്രത്തിൽ സീരിയസും കണ്ടു, ഇതിൽ കോമഡിയും കണ്ടു. അല്ല സത്യത്തിൽ ഈ കോമഡി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ തുടക്കം എനിക്ക് വർക്കാവുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വഴങ്ങുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതും ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ സ്വന്തമായിട്ടുള്ള ഡയറക്ഷൻ വരുന്നത് സ്വയം എഴുതുന്നതാണോ അതെയോ? അല്ല, അത് വേറൊരാളായിട്ടുള്ള സഹകരിച്ച് ചെയ്യുന്ന പടമാണ്. കഥ എൻ്റെയാണ്, എഴുതുന്നത് വേറെ ആളാണ്. ഇതൊക്കെയാണ് പുതിയ വിശേഷം. അതാണ് സിനിമയുടെ പുതിയ വിശേഷം. അഭിനയിക്കാനുള്ള സിനിമകൾ വേറെ ഒന്നും കമ്മിറ്റ്മെന്റ്സിലേക്ക് ഉണ്ട്. 1-2 പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അതിങ്ങനെ നമ്മൾ ഫിക്സ് ആവാത്തതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. എന്തായാലും നല്ലൊരു 2 പരിപാടികൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തായാലും അപ്ഡേറ്റ് ആവുമെന്ന് ഇറക്കി അറിയിക്കാം. തീർച്ചയായിട്ടും. അപ്പം ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ഉപരി തിരക്കിലായിട്ട് പോട്ടെ, അഭിനയത്തിൽ കൂടുതൽ നമ്മൾ കാണാനിടവരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.